നമസ്കാരം കൂട്ടുകാരെ, K-TET സൈക്കോളജി പാർട്ട് 4ൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പാർട്ട് 3ൽ ക്വസ്റ്റ്യൻ നമ്പർ 96 വരെയാണ് നമ്മൾ 96ലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 97. ഗിൽഫോർഡ് വികസിപ്പിച്ചെടുത്ത ബുദ്ധി പരീക്ഷ ഇനങ്ങൾ ഏതെല്ലാം എന്നതായിരുന്നു ചോദ്യം. ഭൗതിക പ്രവർത്തനങ്ങൾ 3 അടിസ്ഥാന തലങ്ങളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഗിൽഫോർഡ് വികസിപ്പിച്ചെടുത്ത ബുദ്ധി പരീക്ഷ ഇനങ്ങൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ആ 3 അടിസ്ഥാന തലങ്ങളിലെയും ഇനങ്ങളെക്കുറിച്ചാണ് ചോദ്യം. ഇനങ്ങൾ നമുക്ക് നോക്കാം. 3 അടിസ്ഥാന തലങ്ങൾ: ഓപ്പറേഷൻസ്, പ്രോഡക്ട്സ്, കണ്ടൻറ്റ്സ്. ഇതാണ് 3 അടിസ്ഥാന തലങ്ങൾ. അതിലെ ഓരോ ഇനങ്ങളും: ഓപ്പറേഷൻസ് ഭൗതിക പ്രക്രിയയിൽ വരുന്ന ഇനങ്ങൾ, ഓർമ്മ വൈജ്ഞാനിക പ്രക്രിയ, മൂല്യനിർണ്ണയം, ഏകമുഖ ചിന്ത, വ്യതിരിക്ത ചിന്ത. ഭൗതിക പ്രക്രിയയിൽ വരുന്നത് ഓർമ്മ മെമ്മറി, വൈജ്ഞാനിക പ്രക്രിയ കൊഗ്നിഷൻ, മൂല്യനിർണ്ണയം ഇവാലുവേഷൻ, ഏകമുഖ ചിന്ത കൺവേർജൻറ്റ് തിങ്കിങ്, വ്യതിരിക്ത ചിന്ത ഡൈവേർജൻറ്റ് തിങ്കിങ്. നെക്സ്റ്റ് വരുന്നത് പ്രോഡക്ട്സിൽ വരുന്ന ഇനങ്ങൾ: ബുദ്ധിശക്തി ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്നവയാണ് പ്രോഡക്ട്സ്. അതിൽ വരുന്ന ഇനങ്ങൾ: ഏകകങ്ങൾ, വിഭാഗങ്ങൾ, വ്യൂഹങ്ങൾ, ബന്ധങ്ങൾ, പരിണിത രൂപങ്ങൾ, അനന്തരഫലങ്ങൾ. ഏകകങ്ങൾ യൂണിറ്റ്സ്, വിഭാഗങ്ങൾ ക്ലാസസ്, വ്യൂഹങ്ങൾ സിസ്റ്റംസ്, ബന്ധങ്ങൾ റിലേഷൻസ്, പരിണിത രൂപങ്ങൾ ട്രാൻസ്ഫോർമേഷൻസ്, അനന്തരഫലങ്ങൾ ഇംപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് കണ്ടൻറ്റ്സിൽ വരുന്നത്: ഫസ്റ്റ് വൺ രൂപപരം, പ്രതീകപരം, അർത്ഥപരം, വർത്തനപരം. രൂപപരം ഫിഗർ, പ്രതീകപരം സിമ്പിൾസ്, അർത്ഥപരം സെനാറ്റിക്, പ്രവർത്തനപരം ബിഹേവിയർ. ഇത്രയാണ് ഭൗതിക പ്രവർത്തനത്തിൻ്റെ 3 അടിസ്ഥാന തലങ്ങളും ഓരോ തലങ്ങളിൽ വരുന്ന ഓരോ ഇനങ്ങളും. ഓക്കെ, നെക്സ്റ്റ് 98ാമത്തെ ചോദ്യം. ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ മൾട്ടി ഫാക്ടർ തിയറിയുടെ ഉപജ്ഞാതാവ് തോണ്ടേക്ക്. നിരവധി വ്യത്യസ്ത ഘടകങ്ങളുടെ സംയുക്തമാണ് ബുദ്ധി എന്ന് പറയുന്ന സിദ്ധാന്തം ബഹുഘടക സിദ്ധാന്തം. ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് തോണ്ടേക്ക്. നിരവധി വ്യത്യസ്ത ഘടകങ്ങളുടെ സംയുക്തമാണ് ബുദ്ധിശക്തി എന്ന് പറയുന്ന സിദ്ധാന്തം ബഹുഘടക സിദ്ധാന്തം. നെക്സ്റ്റ്, ഗണിതത്തിൽ മെച്ചമായ കുട്ടി സിവിക്സിൽ മിടുക്കനായി കൊള്ളണം എന്നില്ല എന്ന വസ്തുതയുടെ കാരണം വിശദമാക്കാൻ സഹായിക്കുന്ന സിദ്ധാന്തം ബഹുഘടക സിദ്ധാന്തം. ഗണിതത്തിൽ മെച്ചമായ കുട്ടി സിവിക്സിൽ മിടുക്കനായി കൊള്ളണം എന്നില്ല എന്ന വസ്തുതയുടെ കാരണം വിശദമാക്കാൻ സഹായിക്കുന്ന സിദ്ധാന്തം ബഹുഘടക സിദ്ധാന്തം. വ്യത്യസ്തമായ 7 പ്രാഥമിക ഘടകങ്ങൾ ചേർന്നതാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് തേഴ്സ്റ്റൺ. വ്യത്യസ്തമായ 7 പ്രാഥമിക ഘടകങ്ങൾ ചേർന്നതാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് തേഴ്സ്റ്റൺ. ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് അവതരിപ്പിക്കുന്ന സിദ്ധാന്തം ഏകഘടക സിദ്ധാന്തം മൊണാർക്കിക് തിയറി. ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് അവതരിപ്പിക്കുന്ന സിദ്ധാന്തം ഏകഘടക സിദ്ധാന്തം. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ടെന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹവാർഡ് ഗാർഡ്നർ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആവിഷ്കരിച്ചത് ഹവാർഡ് ഗാർഡ്നർ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ടെന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹവാർഡ് ഗാർഡ്നർ. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന കൃതിയിൽ ഗാർഡ്നർ പറയുന്നത് എത്ര തരം ബുദ്ധിയുണ്ട് എന്നാണ്? 7 തരം ബുദ്ധിയുണ്ട്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന കൃതിയിൽ ഗാർഡ്നർ പറയുന്നത് എത്ര തരം ബുദ്ധിയുണ്ടെന്നാണ്? 7 തരം ബുദ്ധിയുണ്ടെന്നാണ്. 7 തരം ബുദ്ധി കൂടാതെ 2 എണ്ണം കൂടി കൂടിച്ചേർന്ന് 9 തരം ബുദ്ധിയെക്കുറിച്ച് പറയുന്നത് ഏത് കൃതിയിലാണ്? ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ 21st century. 7 തരം ബുദ്ധി കൂടാതെ 2 എണ്ണം കൂടി കൂട്ടിച്ചേർത്ത് 9 തരം ബുദ്ധിയെക്കുറിച്ച് പറയുന്നത് ഏത് കൃതിയിലാണ്?
ഇൻ്റലിജൻസ് റിഫ്രെയിൻഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദി 21st century. ഗാർഡ്നർ അവതരിപ്പിക്കുന്ന ബുദ്ധിയുടെ ബഹുതലങ്ങൾ ഏതെല്ലാമാണ്? ബഹുമുഖങ്ങൾ, ഭാഷാപര ബുദ്ധി, ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, സംഗീതപര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, പ്രകൃതിപര ബുദ്ധി, അസ്തിത്വപര ബുദ്ധി. ഗാർഡ്നർ അവതരിപ്പിച്ച ബുദ്ധിയുടെ ബഹുതലങ്ങൾ ഇതൊക്കെയാണ്. ഭാഷാപര ബുദ്ധി. ഭാഷാപര ബുദ്ധിയിൽ പറയുന്നത് ജന്മസിദ്ധമായ ഭാഷ ഘടകം എല്ലാവരിലും ഉണ്ട്. അതിൽ വരുന്ന പ്രവർത്തനങ്ങൾ, സംവാദങ്ങൾ, ചർച്ചകൾ, സെമിനാറുകൾ. നെക്സ്റ്റ്, യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. യുക്തിപൂർവം ചിന്തിക്കാനും ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും സഹായിക്കുന്നത് യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധിയാണ്. ആ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചാർട്ടുകൾ, ഗ്രാഫുകൾ, പട്ടികകൾ നിർമ്മിക്കുക, ചോദ്യം ചോദിക്കൽ, പ്രശ്നപരിഹരണം, പരസ്പര ബന്ധം കണ്ടെത്തൽ. ഇതെല്ലാം യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ദൃശ്യപര ബുദ്ധി. വസ്തുക്കളുടെ സ്ഥാനനിർണയം നടത്തുന്നതിനും ഭാവനയിൽ കാണുന്നതിനും മനോചിത്രണം നടത്തുന്നതിനുമാണ് ദൃശ്യസ്ഥലപര ബുദ്ധി നമ്മെ സഹായിക്കുന്നത്. അതിൽ വരുന്ന പ്രവർത്തനങ്ങൾ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കൽ, കൊളാഷ് നിർമ്മാണം, പോസ്റ്ററുകൾ, ചിത്രരചനയൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ്, സംഗീതപര ബുദ്ധി. സംഗീതപരമായ ബുദ്ധി വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായ താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായി കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമുള്ള ബുദ്ധിയാണ് സംഗീതപരമായ ബുദ്ധി. വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായ താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായി കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിനുള്ള ബുദ്ധിയാണ് സംഗീതപരമായ ബുദ്ധി. കവിതകളുടെ താളം കണ്ടെത്തൽ, താളാത്മക ചലനം, സമാന താളം കണ്ടെത്തൽ, ശ്രാവ്യ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തൽ. അപ്പോ സംഗീതപരമായ ബുദ്ധി വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായ താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായി കാര്യങ്ങൾ ആവിഷ്കരിക്കാനുള്ള ബുദ്ധിയാണ് സംഗീതപരമായ ബുദ്ധി. കവിതയുടെ താളം കണ്ടെത്തൽ, താളാത്മക ചലനം, സമാന താളം കണ്ടെത്തൽ, ശ്രാവ്യ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തൽ തുടങ്ങിയവയാണ് സംഗീതപര ബുദ്ധിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. നെക്സ്റ്റ്, ശാരീരിക ചലനപരമായ ബുദ്ധി. ഒരാളുടെ ശരീരത്തെ അതിൻ്റെ ഉയർന്ന തലങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ഉപയുക്തമാകുന്നതിനുള്ള ബുദ്ധി സവിശേഷതയാണ്. ഒരാളുടെ ശരീരത്തെ അതിൻ്റെ ഉയർന്ന തലങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ഉപയുക്തമാകുന്നതിനുള്ള ബുദ്ധി സവിശേഷതയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി. കരകൗശല പ്രവർത്തനങ്ങളുടെ നിർമ്മാണം, നാടകീകരണം, അഭിനയം, അനുകരണം, കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളെല്ലാം വരുന്നത് ചലനപരമായ ബുദ്ധിയിലാണ്. നെക്സ്റ്റ്, വ്യക്തിയാന്തര ബുദ്ധി. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവാണ്. വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവാണ് വ്യക്തിയാന്തര ബുദ്ധിയിൽ വരുന്നത്. അതിൽ വരുന്ന പ്രവർത്തനങ്ങൾ നോക്കാം.
സഹകരണ സഹവർത്തിത പ്രവർത്തനങ്ങൾ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ, പങ്കുവയ്ക്കൽ, പഠനയാത്ര, ഇൻ്റർവ്യൂ. ഇതെല്ലാം വ്യക്തിയാന്തര ബുദ്ധിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ആന്തരിക വൈയക്തിക ബുദ്ധി. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്ത് സാക്ഷാത്കാരത്തിലെത്താനുമുള്ള കഴിവാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്ത് സാക്ഷാത്കാരത്തിലെത്താനുമുള്ള കഴിവാണ് ആന്തരിക വൈയക്തിക ബുദ്ധിയിൽപ്പെടുന്നത്. ജേണലുകൾ തയ്യാറാക്കുക, വായനാക്കുറിപ്പ് തയ്യാറാക്കുക, സർഗാത്മക പ്രവർത്തനങ്ങൾ, ചർച്ച, സംവാദം, ഇതെല്ലാം ആന്തരിക വൈയക്തിക ബുദ്ധിയിൽ വരുന്ന പ്രവർത്തനങ്ങളാണ്. നെക്സ്റ്റ് പ്രകൃതിപരമായ ബുദ്ധി. താനും പ്രകൃതിയുടെ ഭാഗമാണെന്ന തിരിച്ചറിവിലൂടെ പ്രകൃതിയോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നത് ഈ ബുദ്ധിയുടെ സഹായത്താലാണ്. താനും പ്രകൃതിയുടെ ഭാഗമാണെന്ന തിരിച്ചറിവിലൂടെ പ്രകൃതിയോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നത് ഈ ബുദ്ധിയുടെ സഹായത്താലാണ്. വരുന്ന പ്രവർത്തനങ്ങൾ: പ്രകൃതി നിരീക്ഷണം, സസ്യജന്തുജാലങ്ങളുടെ സവിശേഷത തിരിച്ചറിയൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കൽ, കൃഷി വിദഗ്ധനുമായി അഭിമുഖം. ഇതൊക്കെ പ്രകൃതിപരമായ ബുദ്ധിയിൽ വരുന്നതാണ്. പ്രകൃതി നിരീക്ഷണം, സസ്യജന്തുജാലങ്ങളുടെ സവിശേഷത തിരിച്ചറിയൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കൽ, കൃഷി വിദഗ്ധനുമായി അഭിമുഖം. നെക്സ്റ്റ് വരുന്നത് അസ്തിത്വപരബുദ്ധി. അസ്തിത്വപരബുദ്ധിയിൽ തത്വശാസ്ത്രപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ നിലനിൽപ്പ്, അസ്തിത്വം എന്നിവ പരിശോധിക്കാനുള്ള കഴിവ്. തത്വശാസ്ത്രപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ നിലനിൽപ്പ്, അസ്തിത്വം എന്നിവ പരിശോധിക്കാനുള്ള കഴിവാണ് അസ്തിത്വപരബുദ്ധിയിൽ വരുന്നത്. മഹദ്വചനങ്ങൾ, ദിനാചരണങ്ങൾ, അനുസ്മരണങ്ങൾ, അസംബ്ലി, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തൽ. മഹദ്വചനങ്ങൾ, ദിനാചരണങ്ങൾ, അനുസ്മരണങ്ങൾ, അസംബ്ലി, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തൽ. അടുത്ത ചോദ്യം: ജീവിതത്തിൻ്റെ നിർണായക സന്ദർഭങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് സഹായിക്കുന്ന ഘടകമാണ് വ്യക്തിപരബുദ്ധി, പേഴ്സണൽ ഇൻ്റലിജൻസ്. ജീവിതത്തിൽ നിർണായക സന്ദർഭങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് സഹായിക്കുന്ന ഘടകമാണ് വ്യക്തിപരബുദ്ധി, പേഴ്സണൽ ഇൻ്റലിജൻസ്. വ്യക്തിപരബുദ്ധി ഗാർഡനറുടെ പ്രകാരമുള്ള ഏതെല്ലാം ബുദ്ധികൾ കൂടിച്ചേർന്നതാണ്? വൈയക്തിക ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും. വ്യക്തിപരബുദ്ധി ഗാർഡനറുടെ പ്രകാരമുള്ള ഏതെല്ലാം ബുദ്ധികൾ കൂടിച്ചേർന്നതാണ്? വൈയക്തിക ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും. വൈകാരിക ബുദ്ധി എന്ന ആശയത്തെ ഇമോഷണൽ ഇൻ്റലിജൻസ് സമഗ്രമായി സമീപിച്ചത് പീറ്റർ സലോവെ, ജോൺ മേയർ. വൈകാരിക ബുദ്ധി എന്ന ആശയത്തെ സമഗ്രമായി സമീപിച്ചത് പീറ്റർ സലോവെ, ജോൺ മേയർ. നെക്സ്റ്റ്, വൈകാരിക ബുദ്ധി എന്ന ആശയത്തെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിലൂടെ വിശദമാക്കിയത് ഡാനിയൽ ഗോൾമാൻ. വൈകാരിക ബുദ്ധി എന്ന ആശയത്തെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിലൂടെ വൈകാരിക ബുദ്ധി എന്ന ആശയത്തെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിലൂടെ വിശദമാക്കിയത് ഡാനിയൽ ഗോൾമാൻ. ഇത്രയും ചോദ്യങ്ങളാണ് പാർട്ട് 4-ൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ ചോദ്യങ്ങളുടെ PDF ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക.
ഓക്കെ, താങ്ക് യു.